CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടത് സ്ഥാനാർത്ഥി ചർച്ചയ്ക്കല്ലെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് സിറ്റിംഗ് MLA ആയ അഡ്വക്കേറ്റ് N ഷംസുദ്ദീനെ മാറ്റണമെന്ന് മണ്ഡലത്തിലെ ഒരു കമ്മിറ്റിയും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും റഷീദ് ആലായൻ വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. മലപ്പുറം ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പകൽപൂരത്തോടെ ചെർപ്പുളശ്ശേരി പുത്തനാർക്കൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. വൈകിട്ട് 3 ആനയും വാദ്യമേളങ്ങളുമായി കാവുവട്ടത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യവും നാടൻ കലാരൂപങ്ങളും അകമ്പടിയേകി. തിരുനാവായ നിള ഇനി 15 നാൾ ഗംഗയാകും. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധ്വജാരോഹണം നിർവഹിച്ചതോടെ കേരള കുംഭമേള തുടങ്ങി. പ്രധാന ചടങ്ങുകളായ നിള സ്നാനം, നിള ആരതി എന്നിവയ്ക്കും തുടക്കമായി. പകൽപൂരത്തോടെ ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. വൈകിട്ട് 3 ആനയും വാദ്യമേളങ്ങളുമായി കാവുവട്ടത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യവും നാടൻ കലാരൂപങ്ങളും അകമ്പടിയേകി. വൈകിട്ട് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ പൂരം കാവുവട്ടത്തേക്ക് കൊട്ടിപ്പുറപ്പെട്ടു. കാവുവട്ടത്ത് നിന്ന് 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും നിറവിൽ പട്ടണ പ്രദക്ഷിണമായാണ് തിരിച്ചെഴുന്നള്ളിപ്പ് പുത്തനാൽക്കലിലേക്ക് നീങ്ങിയത്. ഫ്യൂഷൻ ശിങ്കാരിമേളം, ബാൻഡ് വാദ്യം, താമരത്തെയ്യം, ഏഞ്ചൽ തെയ്യം, ഫാൻസി തെയ്യം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ പൊലിമയേകി. സന്ധ്യയോടെ എഴുന്നള്ളിപ്പുകൾ ഭഗവതിയെ പ്രണമിച്ച് പിൻവാങ്ങിയതോടെയാണ് സമാപനമായത്.
രാത്രി ഗാനമേളയും അരങ്ങേറി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി അണ്ടലാടി മനയ്ക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. തുടർന്ന് ശീതങ്കൻ തുള്ളലും ശിങ്കാരിമേളവും അരങ്ങേറി. മകരച്ചൊവ്വയുടെ പ്രസാദൂട്ടിന് ആയിരങ്ങൾ പങ്കാളികളായി. CCN ചെർപ്പുളശ്ശേരി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. മലപ്പുറം ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ല ദിവസം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതിലിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള ആളുകൾ. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി സാധാരണ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലൊരു പരിവർത്തനമാണ് വരുന്നത്. വലിയൊരു മാറ്റമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ എല്ലാം കൂടിയിട്ടുള്ള ആ തലത്തിലുള്ള ബോഡിയാണ്. ഒരു ഇൻ്റർഫേസ് മീറ്റിങ്ങിൻ്റെ വേദിയാണ്. നമ്മൾ ഒരേ വേദിയിൽ നിൽക്കുകയാണ്. എല്ലാവരും കൂടി നിൽക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡിസ്ട്രിക്ട് തലത്തിലുള്ള എല്ലാ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രധാന പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വരുന്നവരുണ്ട്. ഇവർക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സന്ദർഭമാണ്. പദ്ധതികൾ പൂർത്തീകരിക്കാൻ നിർവഹണ ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കണം. തടസ്സം നീക്കുന്നതിനും പൂർത്തീകരണം വേഗത്തിലാക്കുന്നതിനും എല്ലാവരുടെയും സഹകരണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂർത്തിയായ പദ്ധതികളുടെ ഉപയോഗ സർട്ടിഫിക്കറ്റുകൾ ഉടൻ സമർപ്പിക്കണമെന്നും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MP-മാരായ അബ്ദുസമദ് സംതാനി, PV അബ്ദുൽ വഹാബ്, TV ഇബ്രാഹിം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ VR വിനോദ്, തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ P ഷാജു, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടത് സ്ഥാനാർത്ഥി ചർച്ചയ്ക്കല്ലെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് സിറ്റിംഗ് MLA-യായ അഡ്വക്കേറ്റ് N ഷംസുദ്ദീനെ മാറ്റണമെന്ന് മണ്ഡലത്തിലെ ഒരു കമ്മിറ്റിയും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും റഷീദ് ആലായൻ വ്യക്തമാക്കി. ഈ മണ്ണാർക്കാട് ചാനലുകാരത്ത് മാത്രമല്ല, മണ്ണാർക്കാട് ചോദിക്കാനുള്ള സ്ഥാനാർത്ഥിയെ മാത്രമാണ്. ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള മണ്ണാർക്കാട് മുസ്ലിം ലീഗ് പാർട്ടി മത്സരിക്കുന്നത് ആദ്യമായിട്ടല്ല. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന സംസ്ഥാന നേതൃത്വം. മണ്ണാർക്കാട് ആരൊക്കെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള നിരവധി കാലങ്ങളായിട്ട് സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ച് ജയിപ്പിച്ച് മുന്നണി അടിസ്ഥാനത്തിൽ ജയിപ്പിച്ച ഒരു പാർട്ടിയാണ്. ഇത് ഒരു അത്ഭുതകരമായിക്കൊണ്ട് പാണക്കാട് പോയോ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ അതിൽ എന്താണ് ഈ ചോദ്യത്തിനുള്ള വല്ലാത്തൊരു താല്പര്യം എന്നറിയുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണുന്നതും പാണക്കാട് പോണതും എല്ലാതും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പക്ഷേ ഇത് പ്രചരിക്കുന്നത് നിങ്ങൾ MLA ഷംസുദ്ദീൻ മത്സരിക്കണം എന്നുള്ള ആവശ്യവുമായി നേതൃത്വത്തെ കണ്ടു എന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. വാർത്തകൾ നൽകുന്നത് ലീഗുകാരും കോൺഗ്രസുകാരും UDF-കാരും അല്ല. വാർത്തകൾ കൊടുക്കുന്നതും ഉണ്ടാക്കുന്നതും പത്രങ്ങളാണ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് പല മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്വാതന്ത്ര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഓരോ ആളുകളും എവിടെയൊക്കെ പോയി എവിടെയൊക്കെ പോയില്ല എന്ന് നോക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് വാർത്തകൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ്. ധൃതി പിടിക്കണ്ട പറയാം.
നിലവിൽ ഞങ്ങൾ നിലവിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിയോജക മണ്ഡലം ലീഗിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഞാൻ പഴയ ഇതിന്റെ മുമ്പത്തെ ചാനലുകൾക്ക് വിശദീകരണം കൊടുത്തിരുന്നു. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണ്ണാർക്കാട് മുസ്ലിം ലീഗ് ആദ്യമായിട്ടല്ല സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത്. ആരെങ്കിലും ഇത് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പോലെ ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് നിയോജകമണ്ഡലം കമ്മിറ്റി ഉത്തരവാദിയല്ല. സ്ഥാനാർത്ഥിനെ കാണാനും എവിടുന്ന് കാണണം എന്നൊക്കെ സംസ്ഥാന ലീഗിന്റെ നേതൃത്വത്തിന് അറിയാം. സ്ഥാനാർത്ഥിയാകാം എന്നുള്ളത്, സ്ഥാനാർത്ഥി ആരാവണം ആരാവണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ്. അപ്പൊ ഇതൊരു അത്ഭുതകരമായിക്കൊണ്ട് ആരാണ് സ്ഥാനാർത്ഥി അങ്ങനെ വലിയൊരു ആശങ്കയുണ്ടാക്കി പറയേണ്ട ഒരു കാര്യമല്ല. രണ്ടാമത്, ഞങ്ങളവിടെ പോകുന്നത് ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ചാനലിലും പറഞ്ഞു കൊടുത്താണ്. ആ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അഖിലേന്ത്യാ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടു, കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല പോലെ ഒരു മണ്ഡലമായി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തെ പരിഗണിക്കുന്ന പാർട്ടി നേതൃത്വമാണ് ഞങ്ങൾക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചുറ്റും ഉള്ളത് എൻ്റെ പാർട്ടി പ്രവർത്തകരാണ്. ആ പാർട്ടി പ്രവർത്തകരെ അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ അഭിപ്രായം പറയും. ഇപ്പോൾ നിയോജകമണ്ഡലം ലീഗിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം തന്നെ ഈ കമ്മിറ്റികളുടെയൊക്കെ അഭിപ്രായം ഏറ്റെടുത്ത് പറയുക എന്നല്ലാതെ ഞാനൊരു അഭിപ്രായം ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് അടിച്ചേൽപ്പിച്ചൊരു ടീമാക്കുന്ന സമീപനം ഞങ്ങൾ ആരും സ്വീകരിക്കാറില്ല. പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് പരിഗണിച്ചത് കളത്തിലതിലാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് പരിഗണിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു, ബൈ ഇലക്ഷൻ വന്നു, സുദ്ധി മത്സരിച്ചു. ഇതൊക്കെ ഒതുക്കല. ഇതൊക്കെ എന്താ അറിയോ, ഓരോരുത്തരുടെ കാഴ്ചപ്പാട്, ഓരോരുത്തരുടെ കണ്ണിനുള്ള, നമ്മൾ മഞ്ഞപ്പിത്തം പിടിച്ച മഞ്ഞ കാണുക അറിയില്ലേ, അങ്ങനെ പറയുന്ന ആളുകളെ പത്രമാധ്യമ പ്രവർത്തകർ നിങ്ങളും വിലയിരുത്തണം. ആരാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള പ്രചരണവും തരുന്നത്? അവരുടെ ഗുണനിലവാരം, അവരുടെ ക്വാളിറ്റി നിങ്ങളും പരിശോധിക്കണം. കാരണം നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ എല്ലാവരെയും അറിയാവുന്നതാണ്. അപ്പൊ അതിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നതും പ്രസംഗിക്കുന്നതും പോസ്റ്റ് ഒട്ടിക്കുന്നതും അതൊക്കെ MLA ആകാനും മന്ത്രിയാകാനും ആഗ്രഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഞാനല്ല, ആരും നിൽക്കുന്നില്ല. അടുത്ത തവണ മത്സരിക്കാൻ വേണ്ടിയാണ് താങ്കൾ MLA കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടെ പൊതുവെ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? MLA കൂടെ എവിടെ നിൽക്കുന്നു? അല്ല, ശംസുദ്ദീൻ മത്സരിക്കണം എന്നൊരു ആവശ്യമായി മത്സരിക്കണം എന്ന ആവശ്യമായിട്ട് ആരോപിക്കണം. താങ്കൾ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ച് വളർന്ന നിയോജക മണ്ഡലത്തിൽ, ഞാൻ 5ാം ക്ലാസ് മുതൽ പൊതുപ്രവർത്തനം നടത്തിയ നാട്ടിൽ, ഞാൻ ഇന്ന് വരെ പാർട്ടിയുടെ പ്രവർത്തകന്മാരും എന്നെ അറിയുന്ന പാർട്ടി പ്രവർത്തകർ എനിക്ക് നിലവില് ഓരോ തീരുമാനമെടുക്കുമ്പോഴും പാർട്ടിക്ക് ഗുണപരമായ തീരുമാനം, അത് മഹാഭൂരിപക്ഷം വരുന്ന തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. CCN മണ്ണാർക്കാട്. വിദ്യാർത്ഥികൾ സ്വന്തം അധ്വാനത്തിലൂടെ കണ്ടെത്തിയ തുക കൊണ്ട് ഒരു രക്ഷിതാവിന് ഉപജീവന മാർഗം ഒരുക്കി ചുരങ്ങാട് AVM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രക്ഷിതാവിന് തയ്യൽ മെഷീൻ നൽകിയാണ് കുട്ടികൾ മാതൃകയായത്. സ്കൂൾ കലോത്സവ വേളയിൽ NSS വോളണ്ടിയർമാർ സ്വന്തമായി ഫുഡ് കൗണ്ടർ നടത്തിയാണ് ഇതിനാവശ്യമായ തുക കണ്ടെത്തിയത്. സ്കൂൾ PTA പ്രസിഡന്റ് ഷാനോജ് ബാബു തയ്യൽ മെഷീൻ കൈമാറി. പ്രിൻസിപ്പൽ സജു T വർഗീസ്, NSS പ്രോഗ്രാം ഓഫീസർ സംഗീത R ഗിരീഷ്, ജയശ്രീ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN കടമ്പഴിപ്പുറം. തിരുനാവായ നിള ഇനി 15 നാൾ ഗംഗയാകും. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ധ്വജാരോഹണം നിർവഹിച്ചതോടെ കേരള കുംഭമേള തുടങ്ങി. പ്രധാന ചടങ്ങുകളായ നിലാസ്നാനം, നില ആരതി എന്നിവയ്ക്കും തുടക്കമായി. ഓം ഗണാനാം ത്വാ ഗണപതിം ഭവാമഹേ കവിം കവീനാമുപമസ്സമസ്തമം ജ്യേഷ്ഠരാ. അതേസമയം കുംഭമേളയിലേക്ക് തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്നുള്ള രഥയാത്ര തിങ്കളാഴ്ച രാവിലെ പുറപ്പെട്ടു. ഇത് 22-ന് തിരുനാവായയിലെത്തും. കുംഭമേള ഫെബ്രുവരി 3-ന് യതിപൂജയോടെ സമാപിക്കും. തിരുനാവായയിലെ മാഘമക ഉത്സവമാണ് ഉത്തരേന്ത്യയിലെ സന്യാസി സമൂഹമായ ജുന അഖാഡയുടെ നേതൃത്വത്തിൽ കേരള കുംഭമേളയായി സംഘടിപ്പിക്കുന്നത്. നാവാമുകുന്ദ ക്ഷേത്രത്തിലെത്തിയ ഗവർണറെ ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി, ആനന്ദഭവനം ഭാരതി, ശബരിമല മുൻ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തിങ്കളാഴ്ച സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. സ്വാമി ആനന്ദഭവനം ഭാരതി നേതൃത്വം നൽകി. ക്ഷേത്രക്കടവിൽ ഭാരതപ്പുഴയിലേക്കുള്ള പടിക്കെട്ടുകളിലാണ് നിലവിൽ സൗകര്യമൊരുക്കിയത്. നദിയെ ആരാധിക്കുന്ന നിള ആരതിയും ഇവിടെ തന്നെയാണ് സംഘടിപ്പിച്ചത്. വാരണാസിയിലെ ദശാശ്വമേധഘട്ടിൽ ഗംഗ ആരതി നടത്തുന്ന പണ്ഡിറ്റുകളാണ് നിള ആരതിക്കും നേതൃത്വം നൽകുന്നത്. വരും ദിവസങ്ങളിൽ കുംഭമേളയിൽ പങ്കെടുക്കാനായി കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ആയിരങ്ങൾ എത്തും. CCN മലപ്പുറം. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ടുള്ള വിശുദ്ധ രഥയാത്രയ്ക്ക് തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ തുടക്കമായി. ഉദുമൽപേട്ടിന് സമീപമുള്ള ത്രിമൂർത്തി മലയിൽ നടന്ന ചടങ്ങിൽ 100 കണക്കിന് ഭക്തരും സന്യാസി വര്യന്മാരും പങ്കെടുത്തു.
ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനമായ ഇവിടെ നിന്ന് ആരംഭിച്ച യാത്ര നദിയുടെ സാംസ്കാരികവും ആത്മീയവുമായ തുടർച്ചയെ വിളിച്ചോതുന്നതാണ്. ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കരയാട്ടാണ് ഈ പുണ്യയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ ആധീനങ്ങളും വിവിധ സന്യാസ സമുദായങ്ങളും യാത്രയിൽ അണിചേരുന്നുണ്ട്. മാഘഗുപ്ത നവരാത്രിയുടെ ആദ്യ ദിനമായ തിങ്കളാഴ്ച തുടങ്ങിയ രഥയാത്ര ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനുവരി 21 തിരുനാവായയിൽ സമാപിക്കും. പുരാതന വേദകേന്ദ്രമായ തിരുനാവായയിലെ പുണ്യസംഗമ ഭൂമിയിൽ രഥയാത്ര എത്തുന്നതോടെ മഹാമാഘ മഹോത്സവത്തിന്റെ പ്രധാന ആത്മീയ ചടങ്ങുകൾക്കും അനുഷ്ഠാനങ്ങൾക്കും തുടക്കമാകും. CCN മലപ്പുറം. സംസ്ഥാനത്ത് ക്രഷർ ക്വാറികൾ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് അസംസ്കൃത വസ്തുക്കൾക്ക് അമിത വില ഈടാക്കുന്നതായും നിർമ്മാണ മേഖല തകർച്ച നേരിടുന്നതായും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലെ നിയമപരമായ അനിശ്ചിതത്വം മൂലം മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കോറി ഉൽപ്പന്നങ്ങൾക്ക് കൃത്രിമ ക്ഷാമവും അമിതവിലയും അനുഭവപ്പെടുകയാണ്. റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, JJM കുടിവെള്ള പദ്ധതികൾ എന്നിവയുടെ നിർമ്മാണം ഇതോടെ നിലയ്ക്കുന്ന അവസ്ഥയിലാണ്. കുറഞ്ഞ നിരക്കിൽ ടെൻഡർ എടുത്ത കരാറുകാർക്ക് നിലവിലെ അമിതവില നൽകി പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഇത് സർക്കാർ കരാറുകാരെ മാത്രമല്ല വീട് പണിയുന്ന സാധാരണക്കാരെയും സ്വയം തൊഴിൽ മേഖലയെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 21 സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ 21-ാം തീയതി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ക്രഷർ കോറി ഉൽപ്പന്നങ്ങൾ അമിത വില അതിന്റെ ക്ഷാമവും അതുമൂലം ഈ രംഗത്ത് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന ഗവൺമെന്റ് കരാറുകാർ സാധാരണക്കാരായ ആളുകളെല്ലാം വളരെയധികം പ്രതിസന്ധിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായി കാണുന്ന ഒരു പ്രവണത ജില്ലകൾക്കും സംസ്ഥാനത്തും വലിയ തോതിൽ ക്രഷർ മെറ്റീരിയൽസുകൾക്ക് വില വർദ്ധിക്കുന്നുണ്ട്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടത് സ്ഥാനാർത്ഥി ചർച്ചയ്ക്കല്ലെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് സിറ്റിംഗ് MLA ആയ അഡ്വക്കേറ്റ് N ഷംസുദ്ദീനെ മാറ്റണമെന്ന് മണ്ഡലത്തിലെ ഒരു കമ്മിറ്റിയും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും റഷീദ് ആലായൻ വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. മലപ്പുറം ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പകൽപൂരത്തോടെ ചെർപ്പുളശ്ശേരി പുത്തനാർക്കൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. വൈകിട്ട് 3 ആനയും വാദ്യമേളങ്ങളുമായി കാവുവട്ടത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യവും നാടൻ കലാരൂപങ്ങളും അകമ്പടിയേകി. തിരുനാവായ നിള ഇനി 15 നാൾ ഗംഗയാകും. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധ്വജാരോഹണം നിർവഹിച്ചതോടെ കേരള കുംഭമേള തുടങ്ങി. പ്രധാന ചടങ്ങുകളായ നിള സ്നാനം, നിള ആരതി എന്നിവയ്ക്കും തുടക്കമായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.